പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ഈ വിദ്വേഷ പ്രസംഗങ്ങൾ വളർന്നു വരുന്നത് ഉത്കണ്ഠാകുലമായ കാര്യമാണ്. ഹിറ്റ്ലർ നേരിട്ട് അങ്ങോട്ട് ഹോളോകോസ്റ്റ് നടത്തല്ല ചെയ്തത്. അതിനു മുമ്പ് ജോസഫ് ജീബൽസ് എന്ന് പറഞ്ഞ ഒരു മന്ത്രിയെ വെച്ചുകൊണ്ട് യഹൂദനെതിരായിട്ട് ആശയപ്രകടനം ആദ്യം നടത്തുക ചെയ്തു. അതിൻ്റെ അവസാനത്തിൽ ഈ യഹൂദനെ ശത്രുവായിട്ട് സ്ഥാപിച്ചതിന് ശേഷമാണ് വാസ്തവത്തിൽ ആദ്യം ഈ ഹിറ്റ്ലറിന് സപ്പോർട്ടീവായിട്ട് ഈ പറയുന്ന ജർമ്മൻ ജനം നിന്നിരുന്നു. ഞാൻ നേരിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആദ്യം അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ലെന്ന്. അവരാദ്യം സപ്പോർട്ടീവായിരുന്നു. അവസാനം ജനം കിണീച്ചെന്ന് പെട്ടുകഴിഞ്ഞപ്പോഴാണ് രാജ്യത്തെ അപകടത്തിലാക്കി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കൂട്ടക്കൊല എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ കൂട്ടക്കൊലയ്ക്ക് സാധ്യതയുള്ള രാജ്യങ്ങളിൽ 168 രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യം 4ാം സ്ഥാനത്ത് നിൽക്കും. ഇപ്പോൾ കൂട്ടക്കൊലയ്ക്ക് പിൻപിലെ വിദ്വേഷ പ്രശ്നങ്ങളാണ് അടിസ്ഥാനം എന്ന കാര്യം ജനം മനസ്സിലാക്കിയിരിക്കേണ്ട. ഇതനുസരിച്ച് വാസ്തവത്തിൽ US ഹോളി ക്രോസ് മ്യൂസിയത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ 2 വർഷത്തിനുള്ളിൽ 20 ഒരു കൂട്ടക്കൊല നടക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായിട്ട് അറിഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ. വാസ്തവമാണ് ലക്ഷ്യം എന്താണ്? അധികാരം നേടൽ, അല്ലെങ്കിൽ അധികാരം നിലനിർത്തൽ, അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണം. ഇതൊക്കെ അതിൻ്റെ പിമ്പിൽ കിടക്കുന്ന കാര്യങ്ങൾ. പണ്ടത്തെ കാലത്ത് ഹിറ്റ്ലർ ആര്യന്മാരുടെ അവരുടെ വർഗശുക്തി അത് വളരെ കൃത്യമായിട്ട് പ്രചരിപ്പിച്ചു. എന്നിട്ട് ഇതര വിദ്വേഷം ഒന്ന് കുത്തിവെച്ചു. അങ്ങനെ മൈൻ കാംപ് എന്ന് പറഞ്ഞ 1925 പബ്ലിഷ് ചെയ്തതിനെക്കുറിച്ചാണ് യഹൂദരുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുത്തത്. അതുകൊണ്ട് എന്നാ സംഭവിച്ച നുണകൾ, പെരുന്നുണകൾ പറഞ്ഞ് ജനത്തെ വിശ്വസിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്ന സംഘപരിവാർ ആക്രമണങ്ങൾക്കുള്ള പിൻപിലെ ഈ വലിയ വിദ്വേഷ അതിനെ കേരളത്തിലെ ചില മഹാന്മാർ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ വരാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകേണ്ടതല്ലേ. അപ്പോൾ പലരും പറയുമോ നേരെ അങ്ങോട്ട് നോക്കുക, അല്ലെങ്കിൽ പറയുന്ന സംഘപരിവാറിനേക്കാൾ മറ്റേതല്ലേ ഇസ്രായേൽ തീവ്രവാദമല്ലേ. രണ്ടും ഭ്രാന്ത. ഒരു ഭ്രാന്തിനെ മറ്റൊരു ഭ്രാന്ത് കൊണ്ട് നേടാനായിട്ട് പറ്റുമോ? തടയിടാൻ പറ്റുമോ? അപ്പോൾ രണ്ടിനെ നിയന്ത്രിക്കേണ്ട. 2023 വിദ്വേഷ പ്രസംഗങ്ങളെ കണക്കനുസരിച്ച് 668 ആണെങ്കിൽ 2025 ആയപ്പോൾ 1318. ആ 1318 1164 രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ഉണ്ടായത്. അത് നോക്കണം. അപ്പോൾ വിദ്വേഷം എന്തെല്ലാം പോയി. അതുകൊണ്ട് ഈ നെൽസൺ മണ്ടേല പണ്ട് പറഞ്ഞെന്ന് ഓർക്കണം, തൊലിയുടെ നിറത്തിൻ്റെയോ മതത്തിൻ്റെ പേരിൽ മറ്റ് ആളുകളെ വെറുത്തുകൊണ്ട് ആരും ജയിക്കുന്നില്ല. തൊലിയുടെ നിറത്തിൻ്റെ പേരിലോ അത് ഏതെങ്കിലും തരത്തിലെ മതത്തിൻ്റെ പേരിലോ മറ്റു ആളുകളെ വിദ്വേഷിക്കേണ്ട ആരും വിജയിക്കുന്നില്ല. വെറുക്കാൻ പഠിപ്പിക്കണമെങ്കിൽ സ്നേഹിക്കാനും പഠിപ്പിക്കാം. സ്നേഹം അതിൻ്റെ വിപരീതത്തെക്കാൾ സ്വാഭാവികമായും മനുഷ്യഹൃദയത്തിലേക്ക് വരുന്നു എന്നാണ് നെൽസൺ മണ്ടേല പറയും. ഇതാ നമ്മൾക്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. സ്നേഹമല്ലേ അത് ശക്തി ആർജിക്കേണ്ടത്. അതുകൊണ്ട് ഈ പറയുന്ന ദേശീയ പാർട്ടി ഭരിക്കുന്ന 7 സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷം 154 വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നു. കേരളത്തിൽ 7 നടന്നു കേട്ടോ. കേരളത്തിൽ ഇല്ലാതെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുകയാണ്. UP-യിൽ 266, മഹാരാഷ്ട്രയിൽ 193, മധ്യപ്രദേശ് 172, ഉത്തരാഖണ്ഡ് 155, ഡൽഹിയിൽ 75. ഈ വിദ്വേഷ പ്രസംഗങ്ങളെ പരമ്പര ഇങ്ങനെ നടന്നിട്ട് മൗനം പാലിക്കുന്ന ഭരണകൂടത്തോട് വലിയ സഹതാപമുണ്ട്.